നാത്തൂനെ, ഞാനെന്നാ പോയേക്കുവാ. ചേച്ചി പോവാ? എന്നാ ആയിക്കോട്ടെ. പിള്ളേരോടൊക്കെ അന്വേഷണം പറഞ്ഞേ. അമ്മ പറഞ്ഞല്ലോ നാത്തൂനെ, കഞ്ഞിയും കറിയും ഒക്കെ അമ്മ തന്നെയാ വെച്ചേന്ന്. നാത്തൂനൊന്നിനും കൂടിയില്ലെന്ന്. അമ്മ ഉണ്ടാക്കിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ചേച്ചി. അമ്മയ്ക്ക് ഇപ്പൊ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. അമ്മയുടെ മോക്ക് വേണ്ടി അമ്മ ഇഷ്ടപ്പെട്ടതെല്ലാം അമ്മ ഉണ്ടാക്കുന്നു. അതിനെന്താ കുഴപ്പം? അമ്മേനെ ഒന്ന് സഹായിക്കാൻ മേലായിരുന്നോ? പ്രായമൊക്കെ ആയിട്ട് ഇരിക്കുന്നതല്ലേ. സഹായിക്കാൻ അങ്ങോട്ട് ചെന്നേച്ചാലും മതി. പണ്ട് ഞാൻ കുറെ സഹായിക്കാൻ ചെന്നതാ. അന്നേരം അമ്മ പറയും, അയ്യോ അങ്ങനെയല്ല, അയ്യോ ഇങ്ങനെയല്ല, അവക്കത് ഇഷ്ടമല്ല, അതങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ. വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടി ഞാൻ നിർത്തി ചേച്ചി. അത് പിന്നെ അമ്മ മോക്ക് വേണ്ടി വെക്കുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം വഴക്കൊണ്ടല്ലേ നേരം ഉണ്ടാവുള്ളൂ. ഒരു പരിഹാരം ഉണ്ടാവുമോ ഇതിന്? ഒന്ന് പോ ചേച്ചി. ചേച്ചി മോശമാണോ? ഞാനാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? അയ്യോ അമ്മ ഉണ്ടാക്കുന്നത്ര ഉപ്പില്ല, അമ്മ ഉണ്ടാക്കുന്നത്ര എരിവില്ല, അമ്മ ഉണ്ടാക്കുന്നത്ര എണ്ണ ഒഴിച്ചില്ല. എന്തിനാ ചേച്ചി? ഞാൻ എല്ലാ പരിപാടിയും നിർത്തി. എന്തിനാ ഞാൻ വെറുതെ വഴക്ക് കേൾക്കുന്നേ? അതിന്റെ ആവശ്യമില്ല. ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ല, ചെയ്താലല്ലേ കേൾക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം നിർത്തി വെച്ചേക്കുക. നമ്മളില്ലേ, നമ്മളെ വിട്ടെ. എന്താ നാത്തൂനെ, നമ്മള് കെട്ടിക്കേറി വന്നു കഴിഞ്ഞാ ആ വീട്ടിലെ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് കാണണം എന്നൊക്കെയല്ലേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളേ. അപ്പൊ അമ്മേനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. സ്വന്തം അമ്മയായിട്ട് കാണണമെങ്കിൽ ആ അമ്മ എന്നെ സ്വന്തം മകളായിട്ടും കാണണം. അങ്ങനെ കാണാത്തിടത്തോളം ഞാനെന്തിനാ സ്വന്തം അമ്മയായിട്ട് കാണുന്നേ? എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അമ്മയ്ക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ നാത്തൂനെ. ഇനിയിപ്പൊ അമ്മ പറയുന്നൊന്നും കാര്യത്തിലെടുക്കണ്ട. അതങ്ങ് പോട്ടേന്ന് വെച്ചാ പോരെ. ഞാൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് കുറ്റമായിരുന്നു. അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല. പോട്ടെ, എന്റെ അമ്മ എന്നെ വഴക്ക് പറയുന്നുണ്ട്. അമ്മയായിട്ട് ഞാനും കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടത് പോട്ടേന്ന് ഞാനും വെച്ചു. പക്ഷെ സഖി കെട്ടപ്പോ ഒരു ദിവസം ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? അമ്മയ്ക്ക് അമ്മ എന്നെ സ്വന്തം മോളായിട്ട് കണ്ടുകൂടെയെന്ന്. അമ്മ അന്ന് എന്താ പറഞ്ഞതെന്നറിയോ? നിന്നെ ഒരിക്കലും എനിക്ക് എന്റെ മോളായിട്ട് കാണാൻ പറ്റിയല്ല. എനിക്ക് 2 മക്കളേ ഉള്ളൂ. നീ വലിഞ്ഞു കയറി വന്നതാന്ന്. അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചു കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ പിന്നെ കൊടുക്കാതിരിക്കുക. ഇങ്ങോട്ടുണ്ടെങ്കിൽ പോരെ അങ്ങോട്ടും. അമ്മയ്ക്ക് എന്നെ മകളായിട്ട് കാണാനും സ്നേഹിക്കാനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ ആത്മാർത്ഥത കാണിക്കുന്നേ? നാത്തൂൻ കല്യാണം കഴിഞ്ഞ് വന്നതേ അമ്മയ്ക്ക് അത്ര പിടുത്തമില്ലായിരുന്നു. അമ്മ ആവുന്ന ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏട്ടന്റെ നിർബന്ധത്തിന് കെട്ടിയതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പിണക്ക് നാത്തൂനോട് ഉണ്ടാവും. അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ പോട്ടേന്ന് വെച്ചാ പോരെ. അമ്മയുടെ കണക്കിന് കുടുംബ പാരമ്പര്യം, പൈസ, അതൊക്കെയായിരിക്കും അമ്മ കാണുന്നത്. പക്ഷെ ഞാൻ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് കണ്ട തന്നെയാണ് സ്നേഹിച്ചത്. അമ്മ ഉദ്ദേശിക്കുന്ന സ്ത്രീധനം എനിക്ക് കിട്ടിയിട്ടില്ല. അതായിരിക്കും അമ്മയുടെ പ്രശ്നം. ഇനി എന്തായാലും എനിക്ക് കുഴപ്പമില്ല. അമ്മ എന്നെ സ്നേഹിക്കുന്നില്ലേ? സ്നേഹിക്കേണ്ട. അതെന്നെ ഏശുന്ന ഒരു കാര്യേ അല്ല. ഞാനും അങ്ങോട്ട് അത്രയോ കാണിക്കുന്നുള്ളൂ. എനിക്കും അമ്മേനോട് അത്രേ സ്നേഹമുള്ളൂ. ഇനിയിപ്പോ ഞാൻ എന്നാ ഇത് കൂടുതൽ നാത്തൂനോട് പറയണ്ടേ? അമ്മേനോട് പറഞ്ഞു തിരുത്താനും എനിക്ക് പറ്റൂല. അമ്മയ്ക്ക് വയസ്സും പ്രായമായി. ഇനിയിപ്പോ നിങ്ങൾ എന്നാന്ന് വെച്ചാ ചെയ്. പ്രഷർ കൂടി കഴിഞ്ഞ മാസം ഒരാഴ്ച ആശുപത്രി കിടന്നു. ചേച്ചി ഓർക്കുന്നുണ്ടോ? അന്ന് ചേച്ചിനോട് വന്ന് നിൽക്കുമെന്ന് ചോദിച്ചു. ചേച്ചി നിന്നില്ല. ഞാൻ നോക്കിയില്ലേ? നോക്കും. നോക്കണ്ട വന്നാൽ ഞാൻ നോക്കും. എന്നാലും ഇവിടെ വന്ന് കയറിയാലും അമ്മ ഞാൻ പറയുന്നത് അനുസരിക്കുകയല്ല. ഒരു പരിധി കൂടുതൽ അനുസരിപ്പിക്കാൻ എനിക്ക് പറ്റുകയില്ല. അത് ചെയ്യുന്നത് തെറ്റാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്യുന്ന ഒരാള് നമ്മൾ എങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനാ? നമ്മളോട് ആ സ്നേഹം ഉള്ളിൽ തോന്നുന്ന ഒരാളോടല്ലേ നമുക്ക് പറഞ്ഞ് അനുസരിപ്പിക്കാൻ പറ്റുള്ളൂ. അമ്മ എന്തെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന കാലത്ത് ഞാനും തിരിച്ച് അതുപോലെ ചെയ്യും. പക്ഷെ ഇപ്പൊ എനിക്ക് ഇത്രയേ പറ്റുള്ളൂ. അമ്മേനോട് എനിക്ക് സ്നേഹമുണ്ടോ? ഉണ്ട്. പക്ഷെ അത് എന്നോട് കാണിക്കുന്ന പോലെ ഞാൻ തിരിച്ചു കാണിക്കുള്ളൂ എന്ന് മാത്രം. അമ്മയ്ക്കൊരാവശ്യം വന്നാൽ ഞാൻ നോക്കും. എനിക്ക് അമ്മേനോട് വെറുപ്പൊന്നുമില്ല. പക്ഷെ മടുത്തു പോയി ചേച്ചി. എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കയറി ചെന്ന് സ്നേഹിക്കുന്നേ? ഇങ്ങോട്ട് കുറച്ചെങ്കിലും ഒരു മര്യാദ, ഒരു സ്നേഹം, ഒരു പരിഗണന. നാത്തൂനങ്ങനെ സ്വന്തമായിട്ടൊരു തീരുമാനമൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളൊക്കെ ഈ കാരണവന്മാര് പറയുന്നത് കേട്ട് എങ്ങനെ അടിമയായിട്ട് ജീവിച്ചു പോയി. നാത്തൂൻ ഇപ്പൊ പറയുമ്പോ അതാ കാര്യം എന്ന് തോന്നുന്നു. ഇങ്ങോട്ട് കിട്ടാത്തത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ നാത്തൂൻ പറഞ്ഞപ്പോ അതാ ശരിയെന്ന് എനിക്കും തോന്നുന്നു. പക്ഷെ നമ്മളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി. ഇനി നാത്തൂൻ എന്നാന്ന് വെച്ചാ ചെയ്യും. ഞാൻ കഴിയുന്ന പോലെ അമ്മേനെ പറഞ്ഞ് തിരുത്താവോ നോക്കാം. അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചേച്ചി എന്നെ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ചേച്ചിക്ക് പറ്റുമെങ്കിൽ അമ്മേനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. എന്നെ തിരുത്താൻ നിൽക്കാതെ അമ്മേനോട് പറഞ്ഞ് തിരുത്താൻ പറ്റുമോ നോക്ക്. എന്തായാലും ഇനി ഇങ്ങനെ പോകാനേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്ന് എന്നെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ അന്ന് അതുപോലെ തന്നെ ഞാനും കാണിക്കും. ചേച്ചി ഇനിയിപ്പോ എന്നോട് കൂടുതൽ നിർബന്ധിക്കാൻ നിൽക്കണ്ട. ഈ ഞാൻ പറഞ്ഞതും ചെയ്തോന്ന് നാത്തൂൻ മനസ്സിൽ വെച്ചേക്കണ്ട. ഞങ്ങളുടെ അമ്മയുടെ ഭാഗം നിൽക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അമ്മ പറയുമ്പോ അമ്മേനോട് നമുക്ക് കുറ്റം പറയാൻ പറ്റിയല്ലോ. അങ്ങനെ കരുതിയാ മതി. നാത്തൂനൊന്നും മനസ്സിൽ വെക്കണ്ട. സ്വന്തം അമ്മയുടെ ഭാഗത്തല്ലേ ആയത് മക്കളാണേലും നിൽക്കുള്ളൂ. അതിപ്പോ ഞാനാണേലും എന്റെ അമ്മയുടെ ഭാഗത്തേ നിൽക്കുള്ളൂ. എനിക്ക് ചേച്ചിയോട് പിണക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ വീട്ടിൽ ഉള്ള ഒരാളാന്നുള്ളൊരു പരിഗണന എല്ലാവരും എനിക്ക് തന്നേച്ചാൽ മതി.
നാത്തൂനെ പോലെയൊക്കെ ചിന്തിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാ ഞാൻ പോയേക്കുവാ നാത്തൂനെ, ഇനി പിന്നെ വരാം.